ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ളൊരു വിഭവമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണിത്. ഇതിന് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് ഈ കാണുന്നത്. റവ 1 കപ്പോളം എടുത്തിട്ടുണ്ട്, തൈര് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, അല്പം മല്ലിയില വേണം. പിന്നെ വേണ്ടത് പച്ചമുളക് 3-4 പീസ് പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ടിരുന്ന്, കരിവേപ്പില, പിന്നെ ഈനോ 1 പാക്കറ്റ്. ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ. നമുക്ക് ഈ റവയിലേക്ക് നമുക്ക് തൈര് അല്പമായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. റവ ഏതാണ്ട് ഈ പരുവത്തിലായിരിക്കുമ്പോൾ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമ്മളിത് യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഇത് നമുക്ക് വേണ്ടത് ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലുള്ള മിക്സാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇതേ കണ്ടീഷനാവും. ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലായിട്ടുണ്ട് ഇതിപ്പോൾ. ഇത് നമുക്ക് മൂടി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ ഇത് റവ അല്പം കൂടി കട്ടിയായിട്ട് ഉണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക് ഇത് ചതച്ചത് ചേർത്ത് കൊടുക്കണം. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇഞ്ചി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഈ ചെറിയ കഷ്ണങ്ങൾ ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചതാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്പം മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കേണ്ടതാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ട മിക്സ് ഒരു ഇഡ്ഡലിയുടെ പരുവത്തിലുള്ള മിക്സാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ 2 ടീസ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ആ ഓയിൽ ചേർക്കുന്നതിൽ സ്കിപ്പായി പോയിട്ടുണ്ട്. അന്നേരം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓയിൽ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നല്ലോണം ഇഡ്ഡലിയുടെ പരുവത്തിലാണ്. നമുക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇത് ഇഡ്ഡലിയുടെ പരുവത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തു ഇഡ്ഡലിയുടെ പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈനോ 1 ടീസ്പൂൺ ഈനോ ഉണ്ടാവും. അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് നല്ലോണം യോജിപ്പിക്കുക. ഇത് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം എണ്ണ തൂത്ത് വെച്ചിരിക്കുന്ന ഒരു പരന്ന പാത്രത്തിലേക്ക്, ഇഡ്ഡലി പാത്രത്തിനകത്ത് വയ്ക്കാൻ പറ്റിയൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് ഇത് വിട്ട് വയ്ക്കുക. ഇത് നമ്മൾ നേരെ ചൂടായിക്കൊണ്ടിരിക്കുന്ന ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്തേക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. ഏറൊക്കെ ഇതൊന്ന് കൊട്ടി ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്ത് എടുത്ത് വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കേണ്ടതാണ്. ഇഡ്ഡലി പാത്രം നല്ലോണം ചൂടായിട്ടിരിക്കുകയായിരുന്നു. ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് നല്ലോണം അടച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇത് വേകുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ അല്പം കടുക്, വറ്റൽമുളക്, കരിവേപ്പില ഇതൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. കടുക് നല്ലോണം പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് അല്പം വറ്റൽമുളക് ചെറിയ പീസുകളാക്കി ഇട്ടത്, പിന്നെ അല്പം കരിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഒപ്പിച്ചെടുക്കുക. ഇത് നല്ലോണം മൂത്തുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നതായിരിക്കും. ഇപ്പോഴത്തേക്കും 15 മിനിറ്റായി. നമ്മുടെ ഡോക്ല പാത്രത്തിനകത്ത് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ആ പരന്ന പാത്രത്തിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് തട്ടി ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ പുറത്ത് അല്പം മുളക് പൊടി എല്ലായിടത്തും വരാവുന്ന രീതിയിൽ തൂളി കൊടുക്കുക. നല്ല ചുവന്ന മുളക് പൊടി അല്പം എരിവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചൂളി കൊടുത്ത ശേഷം നമ്മളതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ കടുക് വറുത്ത് വെച്ചിരിക്കുന്നത് എല്ലായിടത്തും സ്പ്രെഡാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് എല്ലായിടത്തും സ്പ്രെഡായി കൊടുക്കുക. എല്ലാ ഏരിയയിലും കവർ ചെയ്യേണ്ടതാണിത്. നല്ലോണം മുഴുവനും തൂത്തെടുത്ത് ഇത് സ്പ്രെഡാക്കുക, എല്ലായിടത്തും സ്പ്രെഡാക്കുക. നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ഈ വീഡിയോ വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് കരുതുന്നു. വളരെ ഈസി ആയിട്ടുണ്ടാക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇതിൽ രേഖപ്പെടുത്താൻ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതിനുശേഷം നമുക്കൊരു കത്തി എടുത്ത് ഇങ്ങനെ കുറുകയും ഡയമണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഏതാണ് നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ഇങ്ങനെ മുറിച്ചെടുക്കാവുന്നതാണ്.
അപ്പോൾ അങ്ങനെ നമ്മുടെ ധോക്ല റെഡിയായിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അധികം പുളിക്കാത്ത തൈരാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇനിയൊരു വീഡിയോയുമായിട്ട് വരുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.